വെൽക്കം ടു ക്രോസ് ന്യൂസ്. 2024 ബജറ്റ് കേരളത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഫ്രണ്ട് പേജ് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് പത്രങ്ങളിലാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന് മനോരമയിലും രണ്ട് കേരള കൗമുദിയിലും. മനോരമയേക്കാൾ അല്പം ആകർഷണീയമായി ആദ്യ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗമുദി തന്നെയാണ്. യുവജനോത്സവം എന്നാണ് കൗമുദിയുടെ തലക്കെട്ടെങ്കിൽ പാരീസ് 2024 എന്നാണ് മനോരമയുടെ തലക്കെട്ട്. ലക്ഷ്യത്തിലേക്ക് അമ്പെയ്ത് കൊള്ളിക്കുന്ന നിർമ്മല സീതാരാമനെയാണ് മനോരമ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ബജറ്റ് തന്നെ ബജറ്റിന്റെ സവിശേഷതകളെല്ലാം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എ ഫോർ ആന്ധ്ര, ബി ഫോർ ബീഹാർ എന്നൊരു സൂചന ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതലായി നൽകിയിരിക്കുന്നതിനെ സംബന്ധിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബജറ്റ് വരുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഏതിനാണ് വില കൂടുന്നത്, ഏതിനാണ് വില കുറയുന്നത്. അത് തന്നെ ആദ്യ ബജറ്റ് തന്നെ മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. വില കൂടുന്നവയും വില കുറയുന്നവയുടെയും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പേജിലെ പ്രധാന വാർത്ത കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ ലഭിച്ച അവഗണനയെക്കുറിച്ചാണ്. കേരളം എന്നൊരു നാടുണ്ടേ എന്ന പ്രധാന ഹെഡിങ് മനോരമ കൊടുത്തിട്ടുണ്ട്. ആ പേജ് മുഴുവൻ തന്നെ കേരളത്തിന് ബജറ്റിൽ ലഭിക്കാതിരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് വളരെ രസകരമായ ഒരു കാർട്ടൂണും അവിടെ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മനോരമ മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട്. അടുത്ത പേജുകളിലായി മനോരമ ബജറ്റിനെ കൂടുതലായി വിശകലനം ചെയ്യുന്നു. പണിയുറപ്പ്, പണമുറപ്പ് എന്ന തലക്കെട്ടിലൂടെ ബജറ്റിന്റെ പ്രത്യേകതകളെ ഊന്നിപ്പറയുന്നു. കാർഷിക മേഖല, തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ റോഡുകൾ, NBS അങ്ങനെ വിവിധ പദ്ധതികളെക്കുറിച്ചെല്ലാം അവലോകനം നടത്തിയിട്ടുണ്ട്. അടുത്ത പേജിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ നൽകിയിരിക്കുന്ന അമിത പ്രാധാന്യത്തെയും കൂടുതൽ ആനുകൂല്യങ്ങളെയും കുറിച്ച് താങ്ങുകൂലി എന്നൊരു തലക്കെട്ടോടുകൂടി തന്നെ വിശദമായി നൽകിയിട്ടുണ്ട്. ബജറ്റിലെ കാര്യങ്ങൾ വിശദമാക്കുന്നതിനായി കൂടുതൽ പേജുകളും കൂടുതൽ വിവരങ്ങളും നൽകുന്നതിൽ മനോരമ ശ്രദ്ധിച്ചിട്ടുണ്ട്. യുവജനോത്സവം എന്ന തലക്കെട്ടോടുകൂടി ബജറ്റിനെ വളരെ പോസിറ്റീവായിട്ടാണ് കേരള കൗമുദി അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന് വട്ടപൂജ്യം, ബീഹാറിനും ആന്ധ്രയ്ക്കും കൈനിറയെ തുടങ്ങി ബജറ്റിനെ സംബന്ധിച്ച പൊതുവിവരങ്ങളെല്ലാം തന്നെ ആദ്യ പേജിൽ നൽകുന്നതിൽ കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. നിർമ്മല സീതാരാമന്റെയും മോദിയുടെയും കാർട്ടൂണിനൊപ്പം കൂടുതൽ സമ്മാനപ്പൊതികളുമായി പോകുന്ന നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും ചിത്രം വളരെ രസകരമായിട്ടുണ്ട്. അടുത്ത പേജിൽ കേരളത്തിന് നേരിടേണ്ടി വന്ന അവഗണനയെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും വിശദമായ വാർത്ത തന്നെയുണ്ട്. ഈ പേജിൽ തന്നെ അനിൽ ആന്റണിയുടെയും നിർമ്മല സീതാരാമന്റെയും ഒരുമിച്ചുള്ള ചിത്രം കാണുമ്പോൾ എന്താണ് ഈ ചിത്രത്തിന്റെ പ്രാധാന്യമെന്ന് വായനക്കാർ ഒരു നിമിഷം ചിന്തിച്ചു പോകുന്നതിൽ അതിശയമില്ല. ആ പേജിൽ തന്നെ വളരെ രസകരമായൊരു കാർട്ടൂണും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പേജിന്റെ തലക്കെട്ട് തന്നെ നിർമ്മല വികസനം എന്നാണ്. ബജറ്റിന്റെ പ്രത്യേകതകൾ ഒന്നുകൂടി ഊന്നി പറയുന്നു ഈ പേജിൽ. ബജറ്റിനെ കുറിച്ച് കേന്ദ്രത്തിലെയും കേരളത്തിലെയും നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും ഈ പേജിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പുതിയ ആദായ നികുതി നിരക്കിനെ സംബന്ധിച്ചുള്ള ഗ്രാഫിക്സ് ആണ് ഈ പേജിലെ മറ്റൊരു ആകർഷണീയമായ കാര്യം. അടുത്ത പേജിൽ ബജറ്റിനെ സംബന്ധിച്ച് പ്രമുഖരുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. വ്യത്യസ്തവും ആകർഷണീയവുമായ തലക്കെട്ടുകളും ചിത്രങ്ങളും കൊണ്ട് മാധ്യമവും മാതൃഭൂമിയും ആദ്യ പേജ് മനോഹരമാക്കി. ഒളിമ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് വലയങ്ങളിലാണ് ബജറ്റിന്റെ പ്രത്യേകതകൾ മാതൃഭൂമി അവതരിപ്പിച്ചിരിക്കുന്നത്. സൗഹൃദ വലയത്തിൽ എന്താണ് സൗഹൃദം എന്ന് മാത്രം വായനക്കാർ തിരക്കരുത്.
കേരളത്തോട് സൗഹൃദമില്ലെന്നും അവിടെ തന്നെ പറയുന്നുണ്ട്. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി നൽകിയതിനെക്കുറിച്ചും വാർത്ത മുൻപേജിൽ തന്നെ ഉണ്ട്. ബജറ്റ് വിവരങ്ങൾ വായനക്കാരിൽ എത്തിക്കുന്നതിനായി കൂടുതൽ പേജുകൾ മാതൃഭൂമി നീക്കി വച്ചിട്ടുണ്ട്. ഇതിൽ 4-5 പേജുകൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഒറ്റ നോട്ടത്തിൽ തന്നെ വായനക്കാർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വിധമാണ് ന്യൂസുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂണും ഇതിലുണ്ട്. സൗഹൃദ വലയത്തിലെ സൗഹൃദം എന്താണെന്ന് പറയുവാൻ ഇവിടെ മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന പേജുകളിലെല്ലാം തന്നെ ബജറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. ഈ പേജിൽ വായനക്കാരെ ആകർഷിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 7-ാം വട്ടവും ചരിത്രത്തോടൊപ്പം നിർമ്മല എന്നതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനാണ്. ബജറ്റിലെ പ്രത്യേകതകൾ ഒന്നൊന്നായി വിശദീകരിക്കുന്നതോടൊപ്പം അത്ര സൗഹൃദമല്ലാത്ത ഒരു വാർത്തയും മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. വയോജനങ്ങളെ സംബന്ധിച്ച് വാർത്തയാണത്. വയോജനങ്ങൾക്ക് ബജറ്റിൽ കാര്യമായി യാതൊന്നും തന്നെ ഇല്ല എന്ന് വിശദമാക്കിക്കൊണ്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. ആന്ധ്രയ്ക്കും ബീഹാറിനും കൊടുത്തതിനെക്കുറിച്ച് വാർത്തയില്ലേ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് അടുത്ത പേജിൽ വളരെ വിശദമായി തന്നെ ആന്ധ്രയ്ക്കും ബീഹാറിനും കിട്ടിയതിനെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുള്ളത്. വരവ് പോക്ക് എന്ന തലക്കെട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആന്ധ്രയ്ക്കും ബീഹാറിനും വരവും കേരളത്തിന് പോക്കും, കേരളത്തിന് ലഭിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ബജറ്റ് വാർത്തകളിൽ ഏറ്റവും രസകരവും വ്യത്യസ്തവുമായ തലക്കെട്ട് മാധ്യമത്തിൻ്റെതാണ്. കരിങ്കാളിയല്ലേ എന്ന പ്രസിദ്ധമായ ഗാനത്തിന്റെ ചിത്രീകരണമാണ് ഈ രസകരമായ കാര്യം. ബജറ്റിലെ ആർദ്രവും രൗദ്രവുമായ കാര്യങ്ങളെ എണ്ണി എണ്ണി പറയുന്നുമുണ്ട് ആദ്യ പേജിൽ തന്നെ. കേന്ദ്ര ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും കൈനിറയെ, കേരളത്തിന് വട്ടപൂജ്യം. കുർസി ബച്ചാവോ ബജറ്റ് എന്നാണ് മാധ്യമം ബജറ്റിനെ ഒറ്റ വാക്യത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താങ്ങുവില എന്ന പേരിൽ ഒരു കാർട്ടൂണും ഇതോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. ഡോക്ടർ PK സന്തോഷ് കുമാറിന്റെ ബജറ്റ് അവലോകനവും മാധ്യമത്തിൽ ചേർത്തിട്ടുണ്ട്.
കേരളത്തിന് 0 വിഹിതം ലഭിച്ചതിനെക്കുറിച്ച് മറ്റു പത്രങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വാർത്തയും മാധ്യമത്തിലുണ്ട്. ദീപിക പത്രമെടുത്തപ്പോൾ ബജറ്റിനെ കുറിച്ച് പത്രം അറിഞ്ഞില്ലേ എന്ന് സംശയം തോന്നി. അകത്തേക്ക് മറിച്ചപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായത്. വളരെ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് ആന്ധ്ര ബീഹാർ മെയിൽസ്. ബജറ്റിനെ ഒറ്റവാക്യത്തിൽ അങ്ങനെയാണ് ദീപിക വിശേഷിപ്പിച്ചിരിക്കുന്നത്. അകത്തെ പേജുകളിലും തലക്കെട്ടിന് വലിയ മാറ്റമൊന്നുമില്ല. കൈ പിടിച്ചവർക്ക് കൈ അയച്ച് എന്നാണ് പ്രധാന ഹെഡിങ്. വ്യത്യസ്തമായ തലക്കെട്ടുകളൊന്നും മംഗളം നൽകിയില്ല. വളരെ ലളിതമായി പ്രതീക്ഷാ പരിഗണന പ്രാധാന്യം എന്നൊരു വിശേഷണമാണ് ബജറ്റിന് നൽകിയത്. കേരളത്തിന് പദ്ധതികളൊന്നും ലഭിക്കാത്തതിനെ കുറിച്ച് എയിംസ് ഇല്ല, പാക്കേജ് ഇല്ല എന്നാണ് മംഗളം വിശേഷിപ്പിച്ചിരിക്കുന്നത്. വളരെ ധ്വന്യാത്മകമായൊരു തലക്കെട്ടും ചിത്രവുമാണ് ദേശാഭിമാനി നൽകിയത്. കാലണയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പൂജ്യത്തിന്റെ അടിയിൽ പെട്ടുകിടക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ ആദ്യം കാണുക. ബജറ്റിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ആദ്യ പേജിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ശിങ്കിടി ബജറ്റ് എന്നാണ് ദേശാഭിമാനി ബജറ്റിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അകത്തെ പേജുകളിൽ ബജറ്റിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും ബജറ്റ് അവലോകനങ്ങളും ചേർത്തിട്ടുണ്ട്. ബജറ്റിലെ പോരായ്മകൾ ഓരോന്നായി വിശദമാക്കുവാൻ ദേശാഭിമാനി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. മലയാള മാധ്യമങ്ങൾ മാത്രമല്ല, ഇംഗ്ലീഷ് മാധ്യമങ്ങളും ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ലഭിച്ചിരിക്കുന്ന അധിക പരിഗണനയെക്കുറിച്ചും കേരളത്തിന് ലഭിച്ച അവഗണനയെക്കുറിച്ചും വിശദമായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്.
ക്രോസ് ന്യൂസ് ദൈനംദിന വാർത്തകൾ അവലോകനം ചെയ്ത് നിങ്ങളിലെത്തിക്കുന്നു. കൂടുതൽ രസകരമായ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.